ഞാനൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് മുന്നണിയും UDF-ഉം LDF-ഉം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദേശത്തിന്റെ കഥയിൽ ഒരു കള്ളന്റെ കഥ അറിയില്ലേ? പോക്കറ്റ് അടി നടന്നിട്ടുണ്ട്. ഒറ്റക്കാട് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘർഷം ഉണ്ടാവുന്നു. പരസ്പരം രണ്ടുപേര് തമ്മിൽ അടി ഉണ്ടാവുകയാണ്, രണ്ട് ഗ്രൂപ്പുകളായിട്ട്. പൊറ്റക്കാട് പുറത്തിറങ്ങി നോക്കുമ്പോൾ, ബാലനായിട്ടുള്ള പൊറ്റക്കാട് പുറത്തിറങ്ങി നോക്കുമ്പോൾ അയാളുടെ പോക്കറ്റ് അടിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഈ സംഘർഷം നടത്തിയ രണ്ടുപേര് തമ്മിൽ ഇത് പങ്കിട്ടുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഇതാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലും കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അഴിമതി കൂട്ടുകെട്ടിനെ തൃപ്പൂണിത്തുറയിൽ തോൽപ്പിക്കും. ഇതൊന്നും ഇവിടെ നടക്കാൻ പോണ കാര്യമല്ല. എല്ലാ അഴിമതിക്കും ഇവരും കൂട്ടുനിന്നിട്ടുണ്ട്, ഇപ്പോഴും കൂട്ടുനിന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എല്ലായിടത്തും BJP-യെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുന്നണികളും പരസ്പരം ക്രോസ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന, വേണമെങ്കിൽ ആ വാർഡുകൾ വേണേ പറഞ്ഞുതരാം. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഒരു കാരണവശാലും BJP-യെ ഇവിടെ അധികാരത്തിലേറ്റാതിരിക്കുക. എന്തായാലും ജനങ്ങളൊന്ന് തീരുമാനിച്ചു. ഈ 17 സീറ്റായി എന്ന് പറഞ്ഞില്ലേ നേരത്തെ, 15 ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് കൊടുത്ത തിരിച്ചടിയാണ്. മുഖത്ത് ചവിട്ടുകയാണ് ജനങ്ങൾ ചെയ്തത്. CPM-ന്റെ സീറ്റാണ് ഞങ്ങൾ പിടിച്ചെടുത്തത്. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. BJP അധികാരത്തിൽ എത്തിക്കാതിരിക്കാനായിട്ട് ഇവിടെ ഈ പരസ്പരം ചെളിവാരി എറിയുന്നതൊക്കെ വെറും കൃത്രിമ നാടകങ്ങളായിട്ടാണ്. അതാണ് യഥാർത്ഥ നാടകം.